ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഒരു ബട്ടർ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ കറിയിൽ ഞാൻ സവാള ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ 1/2 കിലോ, തക്കാളി 4 എണ്ണം അരച്ചെടുത്തത്, തൈര് 4 ടേബിൾ സ്പൂൺ, ബട്ടർ 2 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 2 ടേബിൾ സ്പൂൺ, മല്ലിയില ആവശ്യത്തിന്, ജീരകം 1/2 ടീസ്പൂൺ. ഇപ്പം നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, തൈര് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 1/2 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ സമയത്തേക്ക് മാറ്റി വയ്ക്കണം. ഫ്രിഡ്ജിലേക്ക് വേണമെങ്കിലും എടുത്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു കടായി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. കടായി ചൂടായതും നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയാണ് ചേർക്കുന്നത്. എണ്ണയില്ലാതെ ബട്ടർ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിലോ ഉപയോഗിച്ച് കറി ഉണ്ടാക്കാം കേട്ടോ. ബട്ടർ ഒന്ന് ഉരുകി വന്നതും നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്കതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. തീ കുറച്ചിടണേ, മറക്കരുതേ. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. ഇപ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും സമയം വരെ നമ്മൾ ഇത് തീ കുറച്ചിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി നമുക്കിത് തീ കൂട്ടിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം കസൂരി മേത്തി കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് തിരുമിയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ മണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. കസൂരി മേത്തി ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പറാത്ത, ഭട്ടൂര, ദോശ, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.